അർജുനായുള്ള കാത്തിരിപ്പും വേദനയും അതുപോലെ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് ഇങ്ങ് ഷിരൂരിൽ. അതിലൊന്നാണ് ലക്ഷ്മണൻ നായിക്കിന്റെ കടയിലെ ജീവനക്കാരനായിരുന്ന ജഗന്നാഥൻ്റേത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തു നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയാണ് ജഗന്നാഥന്റെ വീട്. 3 പെൺമക്കളും ഭാര്യയും അടങ്ങിയ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ജഗന്നാഥ്. 1 മാസം നീണ്ടുനിന്ന തെരച്ചിലിലും അർജുനൊപ്പം ജഗന്നാഥനെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിസ്സഹായരായി നിൽക്കുകയാണ് ഈ കുടുംബം. ಅದೇ 1 ತಿಂಗಳಾಯ್ತು ಈಗ ನಮ್ಮ ಮನೆಯವರು ಕಳೆದೋಗಿ. ಇನ್ನೂ ಏನೂ ಸಿಗ್ತಾ ಇಲ್ಲ. ಅದು ಸಿಗಬೇಕು. ಮತ್ತು ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಸರ್ಕಾರದಿಂದ ಏನಾದರೂ ಒಂದು ಕೆಲಸ ಕೊಡಬೇಕು. ನಮ್ಮ ಮನೆ ಪರಿಸ್ಥಿತಿ ನೋಡ್ಕೊಂಡು. മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടമായ കടയുടമ ലക്ഷ്മണൻ നായിക്കിന്റെ സഹോദരിയാണ് ജഗന്നാഥന്റെ ഭാര്യ ബേബി. നഷ്ടപരിഹാര തുക കുടുംബത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ജഗന്നാഥന്റെ മക്കൾക്ക് ജോലിയും പഠന സഹായവും ആവശ്യപ്പെടുകയാണ് കുടുംബം. Only sadness, sir. Nothing is there. We are believing our father is our father identity will get any bones, anything, father shirt, anything will get in that work rescue operation. We didn't get anything, sir, till now. 1 month over. We didn't get any help from government. Other local people's helped us, sir. ഷിരൂരിലെ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പാറ പൊട്ടിച്ചപ്പോൾ ജഗന്നാഥന്റെ വീടിനും കേടുപാടുകൾ സംഭവിച്ചു. അർജുന്റെ ബന്ധുവായ ജിതിനും ലോറി ഉടമ മനാഫും ജഗന്നാഥന്റെ കുടുംബത്തെ സന്ദർശിച്ചു. ഈ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ജഗന്നാഥനെ കണ്ടെത്തണം. ഒപ്പം ഈ കുടുംബത്തിന് സഹായവും ഉറപ്പാക്കണം. ഷിരൂരിൽ നിന്നും നിഖിൽ ജോസഫിനൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.